അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മദ്രസ സിലബസിലെ 5ാം തരത്തിലെ തജ്വീദിലെ 10ാം പാഠത്തിലെ വിശദീകരണവും അതിൻ്റെ തദ്രീബാത്തുകളുമാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാഠം 10 ജംഉൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിച്ചതാണ്. ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പലതിലുമായി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. ഇതിന് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളിലായി പകർത്തി എഴുതിച്ച് കൂഫ, ബസറ, ഷാം, മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. ഈ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് വരെയുള്ള മുസ്ഹഫുകളെല്ലാം ഉസ്മാനി മുസ്ഹഫുകളുടെ പകർപ്പാണ്. മുസ്ഹഫിൻ്റെ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ അതിലെ ഖിറാഅത്ത് നന്നായി അറിയുന്ന ഓരോ ഇമാമുകളെയും അയച്ചിരുന്നു. ഈ മുസ്ഹഫുകളെ അനുസരിച്ച് മാത്രമേ മേലിൽ ഖുർആൻ പാരായണം ചെയ്യാവൂ എന്ന് അന്ന് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ സഹാബാക്കളും ഏകോപിച്ചു തീരുമാനിച്ചിട്ടുണ്ട്. അവർ 12,000 പേരുണ്ടായിരുന്നു. ഈ മുസ്ഹഫുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രസിദ്ധരായ 10 ഖാരിയുകൾ പാരായണ രീതി മുസ്ലിം ലോകത്ത് പ്രചരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനായ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു തന്നെയാണ് 2 അമീറുൽ മുഅ്മിനീനുകളുടെ കാലത്ത് മുസ്ഹഫുകളെ എഴുതുന്നതിന് നേതൃത്വം വഹിച്ചത്. ഖുർആൻ പഠിച്ചത് മറന്നുപോവൽ വലിയ തെറ്റാണ്. ഖുർആൻ പഠിച്ചത് മറക്കാതിരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖുർആൻ പഠിച്ചത് മറന്നു പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ ഈ ദുആ ചൊല്ലുക. അല്ലാഹുമ്മ നവ്വിർ കിതാബിക ബസരി വതുലിഖ് ബിഹി ലിസാനി വശ്റഹ് ബിഹി സദ്രി വസ്തഅമിൽ ബിഹി ജസദി ബിഹൗലിക വഖുവതിക ഫഇന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്. ഇത്രയും കാര്യങ്ങളാണ് 5ാം തരത്തിലെ ജംഉൽ ഖുർആൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന്, തജ്വീദിലെ പാഠഭാഗത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളത്. അതിൻ്റെ തദ്രീബാത്തുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ഉത്തരം പറയാം. 1. ഖുർആൻ അവതരിച്ച രൂപം എങ്ങനെ? അതിൻ്റെ ആൻസർ: പരിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിച്ചതാണ്. 2. ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര്? അതിൻ്റെ ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 3. 3ാം ഖലീഫ എന്ത് ചെയ്തു? 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ച് കൂഫ, ബസറ, ഷാം, മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. 4. ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. ഇതിന് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. 5. പ്രസിദ്ധരായ ഖിറാഅത്തുകൾ എത്ര? അതിൻ്റെ ആൻസർ 10. 6. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖുർആൻ പകർത്തി എഴുതുന്നതിൽ നേതൃത്വം വഹിച്ചത് ആര്? അതിൻ്റെ ആൻസർ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ഇനി സെക്ഷൻ 2 വ്യക്തമാക്കുക. അതിൽ 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? ആൻസർ 23 വർഷം കൊണ്ടാകുന്നു.
2. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആനിൻ്റെ കോപ്പികൾ എന്ത് ചെയ്തു? ആൻസർ: ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ച് കൂഫ, ബസറ, ഷാം, മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. 3. മുസ്ഹഫിൻ്റെ കൂടെ അയച്ചു. ആരെയാണ് മുസ്ഹഫിൻ്റെ കൂടെ അയച്ചത്? അതിൻ്റെ ആൻസർ: മുസ്ഹഫിൻ്റെ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ അതിലെ ഖിറാഅത്ത് നന്നായി അറിയുന്ന ഓരോ ഇമാമുകളെയും അയച്ചു. 4. നാം കാണുന്ന ഈ മുസ്ഹഫ് പകർപ്പാണ് എന്തിൻ്റെ? ആൻസർ: ഉസ്മാനി മുസ്ഹഫുകളുടെ പകർപ്പാകുന്നു. സെക്ഷൻ 3. മനഃപ്പാഠമാക്കാം. ഖുർആൻ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള പ്രത്യേക പ്രാർത്ഥന. അതിൻ്റെ ആൻസർ: അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസരി വാത്ലിഖ് ബിഹി ലിസാനി വശ്റഹ് ബിഹി സദ്രി വസ്തഅമിൽ ബിഹി ജസദി ബിഹൗലിക വഖുവ്വതിക ഫഇന്നഹു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബിക്. സെക്ഷൻ 4. ക്ലാസ്സിൽ എഴുതി പ്രദർശിപ്പിക്കാം. ഹിഫ്ളിന് സഹായമായ ബൈത്ത്. ഹിഫ്ളാക്കാൻ സഹായകമായ ബൈത്താണ് പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ: കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫീലിൻ വനിയതി ബിഹി യഷ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൻ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറതി ഫയാ റബ്ബി മത്തിഇനി ബിസിർരി ഹുറൂഫിഹി വനവ്വിർ ബിഹി ഖൽബി വസംഇ വമുഖിലതി. ഇത്രയും കാര്യങ്ങളാണ് 5-ാം തരത്തിലെ തജ്വീദിലെ ജംഉൽ ഖുർആൻ എന്ന പാഠത്തിൽ നിന്ന് ചോദ്യങ്ങളും ആൻസറുകളായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പാഠഭാഗങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. പാഠഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.